വാർത്തകൾ തുടരുന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 2012-2013 വർഷത്തെ പദ്ധതി പ്രകാരം SC വിഭാഗത്തിന് അനുവദിച്ച സൈക്കിൾ നൽകാതെ തുരുമ്പെടുക്കുന്നതായി ആരോപണം. 1.5 വർഷത്തോളമായി വാങ്ങിയ സൈക്കിൾ മാറാല പിടിച്ച് തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ്. ഇതുവരെയും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ലെന്നും ആരോപണമുണ്ട്. SC ഫണ്ട് ചിലവ് ചെയ്യുന്നതിന്റെ ഭാഗമായി സൈക്കിളും മേച്ചയും വാങ്ങിക്കൂട്ടിയിരിക്കുകയാണെന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KL ജോസ്, മെമ്പർമാരായ CP പോൾ, ബേബി ജെയിംസ്, ഗീത ചന്ദ്രഹാസൻ, അരുന്ധതി രാജ് തുടങ്ങിയവർ ആരോപിച്ചു. പ്രകാരം SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൈക്കിളും മേശയും വിതരണം ചെയ്യുന്നതിനായിട്ട് 5 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. 1.5 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇത് വിതരണം ചെയ്യാനുള്ള യാതൊരു നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വികസന ചെയർമാൻമാർ നൽകുക, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ചിന്തയില്ലാണ്ട് നടക്കുകയാണ്. ആൾക്ക് ഇവിടെ സൈക്കിൾ ഇരിക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ MLA കൊണ്ട് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്ന ഈ പദ്ധതി തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. കാരണം ആവശ്യമായ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെയാണ് ഇപ്പോൾ ഇവരിത് വിതരണം ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ 70 പേർക്കാണ് സൈക്കിൾ വിതരണം ചെയ്യുന്നത്. ഈ 70 പേരെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 42 പേരെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. 70 പേർക്കുള്ള സൈക്കിൾ ഇവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുക. അതുപോലെ മേശയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ആവശ്യമായ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഈ പരിപാടി ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിന്ന് ഈ സൈക്കിളും മേശയും ഇരിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയത്. കാട്ടൂരിലെ പന്നിപ്പാൻ പൂട്ടിയതിൽ ആഹ്ലാദ പ്രകടനവുമായി നാട്ടുകാർ. നമ്മുടെ എല്ലാം ഒപ്പം നിന്ന് പഞ്ചായത്തിനും ആയിരം അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഫാമിലെ മുഴുവൻ പന്നികളെയും ഉടമകൾ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ കാട്ടൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ജനങ്ങളുടെ പ്രതിഷേധത്തിന് നന്ദി പറഞ്ഞ് ഫാം ഉടമ ഫ്ലക്സ് വെച്ചതും കൗതുകമായി. പഞ്ചായത്ത് പ്രസിഡന്റിനും പോലീസിനും പ്രതിഷേധക്കാർ നന്ദി പ്രകാശിപ്പിച്ചു. നിയമവാഴ്ചയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കയ്പമംഗലത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയിച്ചത് എന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയെ താഴത്തിറക്കാനുള്ള സമരവും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇടതുപക്ഷ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായൊരു പോരാട്ടം ഇടതുപക്ഷ മുന്നണി ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലമായി എന്തൊക്കെയാണ് നമുക്കെതിരായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടായിരുന്നില്ലേ ലാവ്ലിൻ കേസ് തന്നെ ഉണ്ടാക്കിയത്? 1996 നായനാർ മുഖ്യമന്ത്രിയായ കാലത്ത് കേരളം കടുത്ത വിദ്യുച്ഛക്തി ക്ഷാമത്തിലായിരുന്നു. ഭരണം അഴിമതി ഭരണമെന്ന് സ്ഥാപിക്കാനാണ് SNC ലേബലിന് അഴിമതി ഉന്നയിച്ചു തുടങ്ങിയത്. അവർ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. വിജിലൻസിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി CBIയെ കൊണ്ട് അന്വേഷണം ഏറ്റെടുപ്പിച്ചു. CBI അന്വേഷിച്ചപ്പോൾ ആദ്യം ഒന്നും കണ്ടെത്തിയില്ല. എന്നാൽ 1ാം UPA മന്ത്രിസഭയ്ക്ക് CPM, CPI, RSP പാർട്ടികൾ പിന്തുണ പിൻവലിച്ചു. അപമാനം സഹിച്ച് 1 മിനിറ്റ് ഇരിക്കൂല. AK ആന്റണി മുഖ്യമന്ത്രിയായ കാലത്ത് പറഞ്ഞു അപമാനം സഹിച്ച് 1/2 മിനിറ്റ് ഇരിക്കൂല. ഉമ്മൻചാണ്ടി പറഞ്ഞു എന്ത് അപമാനം സഹിച്ചു, ഞാൻ ഈ കസേരയിൽ ഇരിക്കും എന്നാണ് പറഞ്ഞത്.
ഇതിന് കാരണം എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടിക്ക് നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രി സ്ഥാനം പോയാൽ ഒരാഴ്ച കൊണ്ട് ഉമ്മൻചാണ്ടി ജയിലിൽ പോകേണ്ടി വരും എന്നതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്തത്. ഇപ്പോൾ രാജിവെച്ചാൽ ആ പോലീസ് സംഘത്തിന്റെ തലവൻ തന്നെ ഉമ്മൻചാണ്ടിയുടെ കൈക്കും വിലങ്ങ് വെക്കും. ജോപ്പന്റെ കൈക്ക് വിലങ്ങ് വെച്ചതുപോലെ. ഇപ്പം രാജിവെച്ചാൽ ഒരു ഗുണമുണ്ട്. ആ സരിതാ നായർ കിടക്കുന്ന കട്ടിലിന്റെ ഇപ്പുറത്തൊരു കട്ടിൽ ഉമ്മൻചാണ്ടി. ഈ കേസിൽ നിന്ന് ഒരിക്കലും ഉമ്മൻചാണ്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് ഏറ്റവും വലിയൊരു തട്ടിപ്പാണ്. 10,000 കോടി രൂപയുടെ ഒരു കുംഭകോണമാണ്. ഗവൺമെന്റിന്റെ പണം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട്. ലൈംഗികമായി തന്നെ പലരും ഉപയോഗിച്ചെന്ന് സരിതാ നായരുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറാക്കാത്തത് പല ഉന്നതന്മാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്നും കോടിയേരി പറഞ്ഞു. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ CBI കോടതി കുറ്റവിമുക്തനാക്കിയത് ഉമ്മൻചാണ്ടിയുടെ മുഖത്തേറ്റ പ്രഹരമാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി സ്ഥാനം പോയാൽ ഒരാഴ്ച കൊണ്ട് ഉമ്മൻചാണ്ടി ജയിലിൽ പോകേണ്ടി വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജാഥാംഗങ്ങളായ CN ചന്ദ്രൻ, കോവൂർ കുഞ്ഞുമോൻ MLA, CK നാണു MLA, മാമൻ I, V സുരേന്ദ്രൻപിള്ള, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, AC മോദി, KP രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണന് പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവും കൂട്ടുനിന്ന ഓട്ടോ ഡ്രൈവറും വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവിനെയും ഒത്താശ ചെയ്ത ഓട്ടോ ഡ്രൈവറെയും വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ സ്വദേശികളായ പാണ്ടിയത്ത് സിജിൽ, ബ്ലാങ്ങാട്ടുകാരൻ സുബ്രഹ്മണ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. സിജിലാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യന്റെ വീട്ടിൽ വെച്ചായിരുന്നു പീഡനം നടന്നിരുന്നതത്രേ. സ്കൂളിലേക്ക് വരുന്ന വഴി സുബ്രഹ്മണ്യന്റെ ഓട്ടോയിൽ കയറ്റിയാണ് പെൺകുട്ടിയെ കൊണ്ടുപോയിരുന്നതെന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ നഗ്നചിത്രം സിജിൽ എടുത്തിരുന്നതായി സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ക്യാമറകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടുത്ത ദിവസം തന്നെ പരിശോധിക്കും. ഇയാളെയും പെൺകുട്ടിയെയും ബുധനാഴ്ച വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. സ്കൂളിൽ പെൺകുട്ടി എത്താത്തതിനെ തുടർന്ന് സഹപാഠികൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോഴാണ് വീട്ടുകാർ കാര്യമറിയുന്നത്. പെൺകുട്ടി തിരിച്ചെത്തിയ ശേഷം വീട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏങ്ങണ്ടിയൂരിൽ വെച്ച് സുബ്രഹ്മണ്യന്റെ ഓട്ടോയിൽ നിന്ന് തന്നെ സിജിലിനെയും സുബ്രഹ്മണ്യനെയും പിടികൂടി. അഡീഷണൽ SI മുഹമ്മദ് നിസാർ, സീനിയർ CPO ജയകുമാർ, CPOമാരായ ബിനോഷ്, അൻവറുദ്ദീൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഗുരുദേവ മഹാത്മ്യ കഥകളി നാട്ടിക SNDP യൂണിയൻ സമരപ്രഖ്യാപന സമ്മേളനം നടത്തി. കാട്ടൂർ തേക്കുമൂലയിലെ പന്നി ഫാം പൂട്ടി, നാട്ടുകാർ ആഹ്ലാദത്തിമർപ്പിൽ. അരിമ്പൂരിൽ SC വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച സൈക്കിൾ 1 വർഷമായിട്ടും നൽകിയില്ല. സൈക്കിളുകൾ തുരുമ്പെടുത്ത് നശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.